രാജ്യത്ത് കുറ്റകൃത്യങ്ങളുടെ രൂപവും ഭാവവും മാറുമ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലും മലയാളികളുടെ പേര് ഇടം പിടിക്കുകയാണ്. നവമാധ്യമങ്ങളിലൂടെ കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോൾ അന്വേഷണങ്ങൾ സൈബർ ക്രൈമുകളെ കേന്ദ്രീകരിച്ചാണ്. പ്രേക്ഷകർക്ക് കാക്കിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടർക്കഥയാകുമ്പോൾ ഉത്തരേന്ത്യൻ സംഘങ്ങൾക്കൊപ്പം മലയാളികളും. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കൊടുവള്ളി സ്വദേശി ജാഫർ എറണാകുളത്ത് പോലീസിന്റെ പിടിയിലായി. നേരത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ ഇന്ന് തട്ടിപ്പിന് ഇരകളാകുന്നവരുടെയും സമാന തട്ടിപ്പുകളുടെയും എണ്ണം പെരുകുകയാണ്. പോലീസിന്റെ പേരിൽ മാത്രമല്ല CBI, ED, കസ്റ്റംസ് എന്നിങ്ങനെ വിവിധ അന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് കോളുകൾ വരുന്നത്. വിശ്വസിപ്പിക്കാൻ വാട്സപ്പ് കോളുകൾ വരും. യൂണിഫോമിലുള്ള വ്യാജ ഉദ്യോഗസ്ഥൻ ഗൗരവത്തിൽ കേസിനെ കുറിച്ചും ഭവിഷ്യത്തുകളെ കുറിച്ചും പറയും. പതുക്കെ വിഷയത്തിലേക്ക് കടക്കും. അറസ്റ്റ് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുന്നതോടെ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് പണം അയച്ചു കൊടുക്കാൻ പലരും തയ്യാറാകും. 5 ലക്ഷം തട്ടിയെടുക്കുന്ന പരാതിയിലാണ് കൊടുവള്ളി സ്വദേശി ജാഫർ പിടിയിലായിട്ടുള്ളത്. തട്ടിയെടുത്ത പണം ജാഫറിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെ എറണാകുളം സൈബർ പോലീസാണ് ജാഫറിനെ പിടികൂടിയത്. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടിയ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് മുസിൽ, മിസ KP എന്നിവരായിരുന്നു അറസ്റ്റിലായത്. കാക്കനാട് സ്വദേശിയിൽ നിന്ന് 4 കോടിയായിരുന്നു സംഘം തട്ടിയെടുത്തത്. കൊച്ചി സൈബർ പോലീസ് തന്നെയായിരുന്നു പ്രതികളെ പിടികൂടിയത്. ഹലോ മിസ്റ്റർ ജിജീഷ് കരുണാകരൻ, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CBIയിൽ നിന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നോ ഒരു കോൾ വന്നാൽ, വാട്സാപ്പിൽ ഒരു കോൾ വന്നാൽ ഞാൻ വിശ്വസിക്കില്ല. എന്നാൽ വിശ്വസിച്ചു പോകുന്ന ആളുകൾ നമ്മളിൽ പലരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. അവരാദ്യം ചെയ്യുന്നത് വാട്സാപ്പ് കോളുകൾ വിളിക്കുന്നു, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്ന പണം നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തുന്നത്. തട്ടിപ്പുകൾക്ക് ഇരകളാകുന്നവരിൽ കൂടുതലും വിദ്യാസമ്പന്നർ തന്നെയാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ നിരവധി ആളുകളെയും ഇവർ തട്ടിപ്പുകൾക്ക് ഇരകളാക്കുന്നുണ്ട്. അങ്ങനെ പണം പോയ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ട ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്കിടയിൽ. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നായിരുന്നു ആദ്യം വിളികൾ വന്നിരുന്നത് എങ്കിൽ മലയാളികൾ പോലും ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറിക്കൊണ്ട് കൂടുതൽ ആളുകളെ ഇരകളാക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പുകാരെ നിങ്ങൾ കരുതിയിരിക്കണം. കൃത്യമായി തന്നെ അത്തരം കോളുകൾ വന്നാൽ അത് തട്ടിപ്പ് കോളാണ് എന്ന് മനസ്സിലാക്കുകയും വേണം. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ഒല്ലൂർ SHOയെ കുത്തിയ അനന്തു മാരിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കത്തി ഉപയോഗിച്ച് കുത്തിയെന്ന് FIR. കുത്തേറ്റ SHO ഹർഷാദ് അപകടനില തരണം ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. യുവാവിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയായ അനന്തുമാരിയെ പിടികൂടാനെത്തിയപ്പോഴായിരുന്നു SHOയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. മദ്യലഹരിയിലായിരുന്ന പ്രതി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഒല്ലൂർ SHO TP ഫർഷാദിന്റെ ഇടതുതോളിന് മുകളിൽ കുത്തുകയായിരുന്നു. ഉടൻ കൂടെയുണ്ടായിരുന്ന പോലീസുകാർ ചേർന്ന് പ്രതിയെയും കൂടെയുണ്ടായിരുന്ന 2 പേരെയും കീഴ്പ്പെടുത്തി. പരിക്കേറ്റ ഫർഷാദിനെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. SHO ഫർഷാദ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആക്രമണം നടത്തിയ പ്രതി അനന്തുമാരിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ജനം, തൃശൂർ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നാടൻ ബോംബ് നിർമ്മാണത്തിനിടെ യുവാക്കൾ അറസ്റ്റിൽ. വിഴിഞ്ഞം തുറമുഖ പരിസരത്ത് നിന്നാണ് യുവാക്കളെ പോലീസ് പിടികൂടിയത്. പ്രതികളിൽ നിന്ന് കഞ്ചാവും ആയുധങ്ങളും പോലീസ് കണ്ടെത്തി. നാടൻ ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് 4 പേരെയും പോലീസ് പിടികൂടിയത്. മുല്ലൂർ തോട്ടം സ്വദേശി അനീഷ്
നെട്ടത്താനി സ്വദേശി ശരത്, കോളിയൂർ സ്വദേശി അജിത്, കല്ലുവെട്ടാൻകുഴി സ്വദേശി ധനുഷ് എന്നിവരാണ് നാടൻ ബോംബ് നിർമ്മാണത്തിനിടെ വിഴിഞ്ഞം പോലീസിന്റെ പിടിയിലായത്. മുല്ലൂർ സ്വദേശി അഭിരാജിനെ ആക്രമിക്കാനാണ് സംഘം പദ്ധതിയിട്ടിരുന്നത്. യുവാവിനെ ആക്രമിക്കാനായി ബോംബ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനായി നിർമ്മാണത്തിനുള്ള സാമഗ്രികളുമായി പ്രദേശത്തെത്തിയപ്പോഴാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പിന്തുടർന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവ്, വെട്ടുകത്തി എന്നിവ കണ്ടെടുത്തു. പിടിയിലായ പ്രതികൾ മുമ്പ് മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ ലോഡ്ജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ്. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിനി ഫസീലയാണ് നവംബർ 24-ന് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വച്ച് തിരുവല്ലാമല സ്വദേശി മുഹമ്മദ് സനൂഫ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകം നടന്ന് 4 ദിവസത്തിന് ശേഷം ചെന്നൈയിൽ വച്ചാണ് സനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 26-നാണ് മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ സുഹൃത്തായ പ്രതി സനൂഫ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഫസീല മുൻപ് നൽകിയ പീഡന പരാതി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനാണ് രണ്ടുപേരും ഒരുമിച്ച് ലോഡ്ജിൽ മുറിയെടുത്തതെന്ന് സനൂഫ് പോലീസിനോട് പറഞ്ഞിരുന്നു. ഇരുവരുടെയും സംസാരത്തിനിടെ വാക്കേറ്റമുണ്ടാവുകയും യുവതി ബഹളം വെച്ചപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ഇയാൾ ചെന്നൈ ആവടിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ വെച്ചാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. പാലക്കാട്ട് നിന്ന് ട്രെയിൻ മാർഗം ബംഗളൂരുവിലെത്തിയ സനൂഫ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ചെന്നൈയിലേക്ക് മാറുകയായിരുന്നു. പോലീസിനെ കബളിപ്പിക്കാൻ മീശ വടിച്ചും ഷർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയുമായിരുന്നു യാത്ര ചെയ്തത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത കർണാടകയിൽ നിന്നെടുത്ത സിം കാർഡും ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് പ്രതി ഒരാളെ വിളിച്ചതോടെയാണ് ഇയാളുടെ നീക്കങ്ങൾ പോലീസ് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്തത്. 5 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അടുത്ത ദിവസം ഇയാളുമായി ബംഗളൂരിലും ചെന്നൈയിലും ഒളിവിൽ താമസിച്ച ലോഡ്ജിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഫസീല നേരത്തെ അബ്ദുൾ സനൂഫിനെതിരെ നൽകിയ പീഡന പരാതിയിൽ അബ്ദുൾ സനൂഫ് തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. തിരുവില്ലാമല സ്വദേശിയാണ് അബ്ദുൾ സനൂഫ മുൻപ് ബസ് ഡ്രൈവറായി ജോലി ചെയ്ത സമയത്താണ് യുവതിയുമായി പരിചയത്തിലാകുന്നത്. ജനം, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വനിതാ PG ഡോക്ടറെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതി. ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടെ 4-ാം തീയതി രാത്രിയാണ് സംഭവം. മെഡിക്കൽ കോളേജിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് PG അസോസിയേഷൻ പ്രിൻസിപ്പലിന് പരാതി നൽകി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകി. രാത്രി 8:45 PMSSY ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പുതിയ PG ഹോസ്റ്റലിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. കാറിൽ ഒരു സംഘം പിന്തുടർന്നെത്തി അപമര്യാദയായി പെരുമാറിയെന്നും കാറിൽ കയറാൻ ആവശ്യപ്പെട്ടെന്നും PG ഡോക്ടർ പറയുന്നു. ആ സമയം തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെപ്പറ്റി അന്വേഷണം ആവശ്യപ്പെട്ടും പ്രദേശത്തെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ടും മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ പ്രിൻസിപ്പാളിന് പരാതി നൽകിയിട്ടുണ്ട്. രാത്രി സുരക്ഷാ സംവിധാനം ശക്തമാക്കുക, തെരുവിളക്കുകളും CCTVകളും സ്ഥാപിക്കുക, CCTV വഴി നിരീക്ഷണം ശക്തമാക്കുക എന്നിവയാണ് ആവശ്യം. ഇതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. കെട്ടിട പെർമിറ്റിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം 3 പേർ വിജിലൻസ് പിടിയിൽ. കൊച്ചി കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മധു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനു, ജോൺ എന്നിവരാണ് പിടിയിലായത്. കോർപ്പറേഷൻ പള്ളുരുത്തി സോണൽ ഓഫീസിന് സമീപം വെച്ചായിരുന്നു ഇവർ പിടിയിലായത്. മൊബൈൽ ആക്സസറീസ് വിൽക്കുന്നതിനുള്ള ഗോഡൌൺ പെർമിറ്റിനായി എത്തിയ ആലുവ സ്വദേശിയോടായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത്. 50,000 രൂപയാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. തുടർന്നാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി അപേക്ഷിച്ചയാൾ വിജിലൻസിനെ സമീപിച്ചത്. 10,000 രൂപ വാങ്ങുന്നതിനിടയിലാണ് പിടിയിലായത്. ഹെൽത്ത് ഇൻസ്പെക്ടർ മധു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനു, ജീവനക്കാരനായ ജോൺ എന്നിവരായിരുന്നു പിടിയിലായത്. വിജിലൻസ് SP S ശശിധരന്റെ നേതൃത്വത്തിൽ DYSP ജയരാജും ടീമുമായിരുന്നു കൈക്കൂലിക്കാരെ വലയിലാക്കിയത്.
നേരത്തെ കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായിരുന്നു. UP സ്വദേശി അജിത് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു. ഈ പണവും കൈക്കൂലിയായി വാങ്ങിയതാണെന്ന് വിജിലൻസ് വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട്. സ്വർണവും കസ്റ്റഡിയിലെടുത്തിരുന്നു. കാക്കനാടുള്ള കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ ഓഫീസിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു അജിത് കുമാർ പിടിയിലായത്. ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി തടയുന്നതിനായി വിജിലൻസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പൊതുപ്രവർത്തകരുടെ അഴിമതിയിൽ വരുന്ന ഏത് കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് അറിയിക്കാമെന്ന് വിജിലൻസ് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്തുകളിലൊന്നാണ് അഴിമതി. സാധാരണക്കാരായ ആളുകൾക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്ന് കാര്യം നടക്കാൻ പലർക്കും കൈക്കൂലി കൊടുക്കേണ്ട ഒരു സാഹചര്യം. കൈക്കൂലിക്കും കൈക്കൂലിക്കാർക്കെതിരെയും ശക്തമായ നടപടികൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. കൈക്കൂലിക്കാരെ എല്ലാം തുറങ്കിലടക്കാനുള്ള നടപടികൾ അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് വിജിലൻസും കൂടുതൽ ജാഗ്രതയോടെ നിലയുറപ്പിക്കുന്നത്. സംസ്ഥാന വിജിലൻസ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ ഒപ്പം തന്നെ നിരീക്ഷണങ്ങളിൽ കൈക്കൂലിക്കാരായ നിരവധി ഉദ്യോഗസ്ഥർ പിടിയിലായിട്ടുണ്ട്. അതിന് ഏറ്റവും ആവശ്യം പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തമാണ്. കൈക്കൂലി ചോദിക്കുന്നവരെ തുറന്നു കാണിക്കണം, അവർ തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴുക്കുത്തുകൾ സർക്കാർ സർവീസിൽ നിന്നും മാത്രമല്ല രാഷ്ട്രീയ തലത്തിൽ നിന്നും ഇല്ലാതാകേണ്ടതുണ്ട്. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ തലസ്ഥാനത്ത് മധ്യവയസ്കന് ദാരുണാന്ത്യം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് 2 ബസ്സുകൾക്കിടയിൽ കുടുങ്ങി ഉല്ലാസ് മരിച്ചത്. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഉല്ലാസ് ബസ്സുകൾക്കിടയിൽ അകപ്പെട്ടത്. സംഭവത്തിൽ ഗതാഗത മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് വിശദീകരണം നേടി. മണിക്കൂറുകൾക്ക് മുമ്പ് ഈ സ്പോട്ടിലാണ് ഒരു സാധാരണ മനുഷ്യന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത്. 2 ബസ് ഡ്രൈവർമാരുടെ അശ്രദ്ധ നഷ്ടപ്പെടുത്തിയത് ഒരു 52-കാരന്റെ ജീവനാണ്. അത്തരത്തിൽ ജീവിതം ഇല്ലാതായ സാധാരണക്കാർ ഒരുപാടാണ് ഈ നിരത്തുകളിൽ. 2 ബസ്സുകൾക്കിടയിൽ കുടുങ്ങിയാണ് ബാങ്ക് ജീവനക്കാരന് ജീവൻ നഷ്ടമായത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ തിരക്ക് പിടിച്ച സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. KSRTC ബസിനും സ്വകാര്യ ബസിനും ഇടയിൽപ്പെട്ട് ഞെരുങ്ങിയാണ് 42-കാരനായ ഉല്ലാസ് മരിച്ചത്. ഞങ്ങളൊരു സുഹൃത്തുക്കൾ 3-4 പേര് കയറുന്ന സമയത്താണ് ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സംഭവം സൗണ്ട് കേട്ടിട്ട് നോക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു ബസ്സിനിടയിൽ 2 ബസ്സിനിടയിൽ ഒരു വഴിയാത്രക്കാരൻ കുടുങ്ങി കിടക്കുന്നത് കാണുന്നത്. ഞങ്ങൾ കുറച്ച് ആളുകൾ അദ്ദേഹത്തെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഓപ്പോസിറ്റുള്ള സ്റ്റാൻഡിലെ പ്ലാറ്റ്ഫോമിലേക്ക് കടത്തി അദ്ദേഹത്തിൻ്റെ വായിലൂടെയും കണ്ണിലൂടെയും ചെവിയിലൂടെയൊക്കെ രക്തം വരുന്നുണ്ടായിരുന്നു. സമീപത്തെ പള്ളിയിൽ പോയ ശേഷം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഉല്ലാസ് ബസ്സുകൾക്കിടയിൽ അകപ്പെടുകയായിരുന്നു. KSRTC ബസ് മുന്നോട്ടെടുക്കുമ്പോൾ തന്നെ ഒരു സ്വകാര്യ ബസ് KSRTC ബസിന് മുന്നിലൂടെ വലത്തേക്ക് തിരിയുന്നതിനിടെയാണ് അപകടം ഉണ്ടാകുന്നത്. ദൃക്സാക്ഷികൾ വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർമാർ തയ്യാറായില്ല. 2 ബസ്സിനോട് മുന്നോട്ടോ അല്ലെങ്കിൽ ബാക്കിലേക്കോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ബഹളം വെക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഈ 2 ഡ്രൈവർമാരും ഒന്നിനും തയ്യാറാകുന്നില്ലായിരുന്നു. കുറഞ്ഞൊരു 3-4 മിനിറ്റ് അവർ വൈകിപ്പിച്ചു. ഒടുവിൽ അവർ ആ KSRTC ബസ്സിലെ ഡ്രൈവർ ബസ് പുറകോട്ടെടുത്തപ്പം അദ്ദേഹം തളർന്ന് റോഡിലേക്ക് വീഴുന്നു. കേരള ബാങ്കിലെ ജീവനക്കാരനായ കൊല്ലം സ്വദേശി ഉല്ലാസാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് അപകടമുണ്ടാകുന്നത്. മരിച്ച ഉല്ലാസിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കിഴക്കേക്കോട്ടയിലെ വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരക്ക് പിടിച്ച റോഡിൽ നഗരസഭ ഫ്ലൈ ഓവർ ഉൾപ്പെടെ നിർമ്മിച്ചു നൽകിയിട്ടും യാത്രക്കാർ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ആക്ഷേപവുമുണ്ട്. ഒപ്പം ഡ്രൈവർമാരുടെ അശ്രദ്ധമായ ഡ്രൈവിംഗും അപകടക്കെണിയാക്കി കിഴക്കേക്കോട്ടയെ മാറ്റി. കോടികൾ മുടക്കി ഫ്ലൈ ഓവർ കൊണ്ടുവന്നു. സാധാരണക്കാരെ നിയന്ത്രിക്കാനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുമായി ട്രാഫിക് പോലീസുകാരെ ഇവിടെ നിയമിച്ചു. പക്ഷേ അതൊന്നും ഇവിടെ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് അടിക്കടി നിരത്തുകൾ പൊലിയുന്ന ഈ ജീവനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയും ഡ്രൈവർമാർ കാര്യക്ഷമത പുലർത്തിയേ മതിയാകൂ. സാധാരണക്കാരുടെ ജീവനും വിലയുണ്ട്. ക്യാമറമാൻ ഗോപുവിനൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.
RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച CPM പ്രവർത്തകന് 7 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ. പൊൻകുന്നം RSS മുൻ താലൂക്ക് ശാരീരിക പ്രമുഖ് KJ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2018 ജൂൺ 8-നാണ് ആക്രമണം നടന്നത്. പൊൻകുന്നം RSS മുൻ താലൂക്ക് ശാരീരിക പ്രമുഖ് തെക്കേത്തുകവല കുന്നത്ത് വീട്ടിൽ KJ രമേശിനെ CPM പ്രവർത്തകർ ക്രൂരമായി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് വിധി. CPM ചെറുവള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും കുറുക്കൻ കണ്ണൻ എന്ന് വിളിക്കുന്ന തെക്കേത്തുകവല തുണ്ടത്തിൽ മുകേഷ് മുരളി, കൊട്ടാടിക്കുന്ന് സ്വദേശി റിയാസ് ഖാൻ, കുടുംബിയാങ്കുഴി കാർത്തിക് എന്നിവരെയാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് ജഡ്ജി P മോഹനകൃഷ്ണൻ ശിക്ഷിച്ചത്. ഇവർക്ക് 7 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് സജി S നായർ എന്നിവർ ഹാജരായി. 2018 ജൂൺ 8-ന് തെക്കേത്തുകവല കൊട്ടാടിക്കുന്നിന് സമീപം വെച്ചാണ് KJ രമേശിനെ CPM പ്രവർത്തകർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വെട്ടേറ്റ് രമേശിന്റെ കാൽ അറ്റുതൂങ്ങിയിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ മുകേഷ് മുരളിയെ കാപ്പ നിയമപ്രകാരം തടങ്കലിലാക്കാൻ മുൻ ജില്ലാ പോലീസ് മേധാവി ശുപാർശ നൽകിയിരുന്നുവെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നടപ്പാക്കാനായിരുന്നില്ല. ജനം, കോട്ടയം. കൊല്ലത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായി. പരവൂർ സ്വദേശി മനുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരവൂരിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലെ മോഷണ ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. ഇത് ഇക്കഴിഞ്ഞ നവംബർ 20-ന് ചാത്തന്നൂർ ബിവറേജസിൽ നിന്ന് മനു കുപ്പി കൈക്കലാക്കി കടന്നുകളയുന്ന CCTV ദൃശ്യങ്ങളാണ്. പിന്നാലെ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പരവൂരിലും സമാനമായ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ കുപ്പിയും എടുത്ത് കടക്കാൻ ശ്രമിച്ച പ്രതിയെ ജീവനക്കാർ ചേർന്ന് പിടികൂടുകയായിരുന്നു. മുപ്പത്തിയെട്ടുകാരനായ മനു പരവൂർ നെടുങ്ങോലം സ്വദേശിയാണ്. കൊല്ലം ഓയൂർ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. പിടികൂടിയ പ്രതിയെ പരവൂർ പോലീസ് ചാത്തന്നൂർ പോലീസിന് കൈമാറി. ജനം, കൊല്ലം.